ആരോപിക്കുക, അലേജ്. ആരോപണങ്ങൾ, അലിഗേഷൻസ്. അപ്പം നമുക്കൊരു എക്സാമ്പിൾ ഇതെങ്ങനെ പറയാം? ഹി റിപ്ലൈഡ് ടു ഓൾ ദ അലിഗേഷൻസ് ത്രൂ ഇൻസ്റ്റഗ്രാം ലൈവ്. ഇൻസ്റ്റാഗ്രാം ലൈവിലൂടെ എല്ലാ ആരോപണങ്ങൾക്കും അവൻ റിപ്ലൈ കൊടുത്തു. പിടിച്ചെടുക്കുക, അതായത് അധികാരമോ സ്ഥാനമോ പദവിയോ അതൊക്കെ നമ്മൾ പിടിച്ചെടുക്കില്ലേ മറ്റൊരാളുടെ അടുത്ത് നിന്ന്, അതിനെയാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. അത് നമുക്കൊരു എക്സാമ്പിൾ എങ്ങനെ പറയാം? ഫോർ ദ പാസ്റ്റ് ഇയർ ഹി ഹാസ് ബീൻ ട്രൈയിങ് ടു റെസ്റ്റ് ദ കൺട്രോൾ ഫ്രം ദ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും കഴിഞ്ഞൊരു വർഷമായിട്ട് അവൻ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. വൈരാഗ്യം, ഫ്യൂഡ്. ഒരു എക്സാമ്പിൾ എങ്ങനെ പറയാം? ദേ ഹാവ് ബീൻ ഫ്യൂഡിങ് വിത്ത് ദി നൈബേഴ്സ് ഫോർ ഇയേഴ്സ്. വർഷങ്ങളായിട്ട് അവരവരുടെ നെയ്ബേഴ്സായിട്ട് വൈരാഗ്യത്തിലാണ്. ചുമതലയേൽക്കുക, എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റിയോ ഡ്യൂട്ടിയോ നമ്മൾ അസൈൻ ചെയ്യില്ലേ, അതിനെയാണ് ചുമതലയേൽക്കുക എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ഇൻകംബന്റ്. വ്യാകുലതപ്പെടുക അല്ലെങ്കിൽ വ്യാകുലത, അതിന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? എജിറ്റേറ്റ് എന്ന് പറയും. ആജിറ്റേറ്റ്. ഷീ ഈസ് വെരി അജിറ്റേറ്റഡ് വിത്ത് ഹെർ റിസൾട്ട്സ്. ലേലം വിളിക്കില്ലേ, എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ പൈസയ്ക്ക് വേണ്ടി ലേലം വിളിക്കില്ലേ, അതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ബിഡ്. വി ഡിഡ് എ ബിഡ് ഫോർ അവർ ന്യൂ പ്രോപ്പർട്ടി. പോരായ്മ അല്ലെങ്കിൽ കുറവ്, അതിന് ഇംഗ്ലീഷിൽ നമുക്ക് പോസിറ്റി എന്ന് പറയും. പോസിറ്റി. ഫോർ എക്സാമ്പിൾ, ദ പോസിറ്റി ഓഫ് വിമൻ ഇൻ ദി യൂണിയൻ ഇസ് നോട്ട് ജസ്റ്റ് എ പ്രോബ്ലം. അത് വേറൊരു പ്രശ്നമല്ല. സ്ത്രീകളുടെ കുറവെന്ന് പറയുന്നത് യൂണിയനിൽ അത് വേറൊരു പ്രശ്നമല്ല. ഇറ്റ്സ് നോട്ട് എ സില്ലി തിങ്. ക്ഷുഭിതനാവുക, അതായത് ഭയങ്കര ദേഷ്യം വരിക, അതിനെയാണ് ക്ഷുഭിതനാവുക എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഇംഗ്ലീഷിൽ എൻറേജ് എന്ന് പറയാം. ഹി ഹാസ് എൻറേജ്ഡ് അറ്റ് എൻ ആർട്ടിക്കിൾ അബൌട്ട് ഹിം ഇൻ എ മാഗസിൻ. അധിക്ഷേപിക്കുക, ഒരാളെ നമ്മൾ ഇൻസൾട്ട് ചെയ്യില്ലേ, അതിനെയാണ് അധിക്ഷേപിക്കുക എന്ന് പറയുന്നത്. അതിന് ഇംഗ്ലീഷിൽ ഹേൾ എന്ന് പറയും. ഹേൾ. HURL ആണ് സ്പെല്ലിംഗ് വരുന്നത്, പക്ഷെ ഇവിടെ ആൾ സൈലന്റ് ആണ്. ഹേൾ. ഐ അപ്പോളജൈസ് ഫോർ ബീങ് ഹേൾഡ്.